ഹരേ കൃഷ്ണ. രണ്ടു വ്യക്തികൾ പരസ്പരം അടുക്കുവാനായി ശ്രമിക്കുമ്പോൾ അവർ തമ്മിൽ പരിധികളും മര്യാദകളും നിർമ്മിക്കുവാനുള്ള പ്രയത്നം തീർച്ചയായും നടത്തുന്നതാണ്. നമ്മുടെ എല്ലാ ബന്ധങ്ങളെയും പറ്റി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അത് അറിയുവാൻ സാധിക്കും. എല്ലാ ബന്ധങ്ങളുടെയും ആധാരം നാം അനുവദിച്ചു നൽകുന്ന പരിധികൾ തന്നെയാണ്. ഇനി അഥവാ അജ്ഞതയാൽ പോലും ആരെങ്കിലും ഈ പരിധികൾ ലംഘിക്കുകയാണെങ്കിൽ ആ ക്ഷണം തന്നെ നമ്മുടെ മനസ്സ് ക്രോധത്താൽ ജ്വലിക്കുകയും ചെയ്യും. ഈ അതിരുകളുടെ വാസ്തവികമായ രൂപം എന്താണ്? അതിരുകൾ സ്ഥാപിച്ചുകൊണ്ട് നാം അടുത്ത വ്യക്തിക്ക് നിർണയമെടുക്കുവാനുള്ള അനുമതി നൽകുന്നതേയില്ല. നാം എടുത്ത നിർണയം ആ വ്യക്തിയിൽ അടിച്ചേൽപ്പിക്കുന്നു. അതിനർത്ഥം ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ നാം നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്വാതന്ത്ര്യം നിരാകരിക്കപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയമാണെങ്കിൽ ദുഃഖത്താൽ ആർദ്രമാവുകയും ചെയ്യുന്നു. അപ്പോൾ ആ വ്യക്തി പരിധികൾ ലംഘിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ക്രോധത്താൽ ജ്വലിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരാൾ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുകയാണെന്ന് കരുതുക. അപ്പോൾ മര്യാദകളുടെയും അതിരുകളുടെയും ഒന്നും ആവശ്യം വരുന്നില്ല. അതായത് എപ്രകാരമാണ് അംഗീകാരം ഒരു ബന്ധത്തിന് ശരീരമാകുന്നത്, അപ്രകാരമാണ് സ്വാതന്ത്ര്യം ബന്ധങ്ങളുടെ ആത്മാവുമാകുന്നത്.